ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ലീവുള്ള ദിവസമാണ്. അപ്പം ഇന്നൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയൊക്കെ വെച്ചിട്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മോൾക്ക് വേണ്ടിയിട്ടാണ്. അവളുടെ മുടി കൊഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞായറാഴ്ച ഒഴിവുള്ള ദിവസമല്ലേ, അപ്പം അന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും പറിച്ചെടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂട്ടുന്നുണ്ട്. പനിക്കൂർക്കയുടെ ഒരു 3-4 ഇലയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കണത്. അപ്പോൾ ഈ ഇലകളൊക്കെ നന്നായി കഴുകിയെടുത്തു. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ട് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു 3ഉം കൂടെ. പിന്നെ ഒരു തുണിയിലിട്ട് നന്നായി അരിച്ചൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഇത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തോട്ടിലേക്ക് പോയി കേട്ടോ. തോട്ടിൽ പോയിട്ട് ഞങ്ങളുടെ തുണികളും അലക്കണം, പിന്നെ ഞങ്ങളുടെ ടോബി കുഞ്ഞിനെ കുളിപ്പിക്കും വേണം. എല്ലാം കൂടെ വിചാരിച്ചിട്ടാണ് തോട്ടിലേക്ക് പോകണത്. തോട്ടിലാകുമ്പോൾ പെട്ടെന്ന് എല്ലാം തീരുമല്ലോ. അപ്പോൾ തോട്ടിൽ നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ ടോബി കുഞ്ഞിനെ ആദ്യം കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തലയിൽ താളിയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പോൾ ടോബി കുഞ്ഞാണെങ്കിൽ വെള്ളം കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അവൻ അതിനെതിരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവന് ഇഷ്ടമാവുന്നുണ്ട് വെള്ളം. ടോബിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ തലയിൽ ആ ഹെയർ പാക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം വെള്ളത്തിൽ നന്നായിട്ട് ഒലുമ്പിക്കളയുകയാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പൈപ്പിൽ കഴുകുമ്പോൾ അത്ര നന്നായി വൃത്തിയാവില്ല എന്നൊക്കെ കരുതിയിട്ടാണ് തോട്ടിലേക്ക് പോകുന്നത്. തോട്ടിലാകുമ്പോൾ നല്ല വെള്ളമൊഴിച്ച് കഴുകാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. തോടിൻ്റെ ഒന്നും അടുത്തല്ല താമസിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ കഴുകുന്നത്. ഇപ്പോൾ തോടുള്ള കാരണമാണ് കേട്ടോ തോട്ടിലേക്ക് ഓടിപ്പോണത്. അപ്പോൾ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലാകുമ്പോൾ നല്ല തലയിലത്തെ ചെളിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണികൾ കുറേ അലക്കാണ്ടായിരുന്നു. ആ തുണികളൊക്കെ അലക്കി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വറുത്ത മീൻ വാങ്ങിച്ചപ്പോൾ തല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തലക്കറിയാണ് കേട്ടോ വെക്കണത്. ചൂരമീനിൻ്റെ തലയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടാണ്. പിന്നെ ചട്ടിയിലാണ് വെക്കണത്, വിറകടുപ്പിലാണ് വെക്കണത്. ചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടായിരിക്കും. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം, മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ചൂടാക്കി എടുത്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണത്. പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ കുടംപുളിയും കൂടെ ഇട്ടിട്ട് പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കണം. കുടംപുളി ഇട്ട് നന്നായി തിളച്ച ശേഷമാണ് തല ഇട്ട് കൊടുക്കണത്. ചൂടാക്കി പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അടച്ച് വെച്ച് നന്നായി തിളയ്ക്കണം. അതിന് ശേഷം പിന്നെ അതിലേക്ക് കഴുകി റെഡിയാക്കി വെച്ച് തലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ കളറില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും ചേർത്ത് ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ, നന്നായിട്ട് വേവട്ടെ. ഇപ്പോൾ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. തലയൊക്കെ നല്ലോണം മസാലയിലൊക്കെ കിടന്നിട്ട് തിളച്ച് മറിഞ്ഞ് നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചോറിന് വേണ്ടിയിട്ടാണ്. ചോറാണ് ഉച്ചയ്ക്ക് കഴിക്കണത്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുക. വേണമെങ്കിൽ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ദോശയ്ക്കോ ഒക്കെ ഈ കറി കൂട്ടി കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചോറും കൂടെ എടുത്ത് ഒരു 1-1.5 മണിയൊക്കെ ആയി. അപ്പോൾ ചോറും കൂടെ കഴിക്കാമെന്ന് കരുതി ചോറ് മട്ടരിച്ചോറാണ്. അപ്പോൾ ഈ തലക്കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.